എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഒരു വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ കടന്നു വരികയുണ്ടായി. ഏകദേശം ഒരു 70 വയസ്സിനോടടുത്ത പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് അതിനിടയിൽ ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. പ്രമേഹ രോഗം വളരെ ലേറ്റായിട്ട് വന്ന ഒരു പേഷ്യൻ്റായിട്ടാണ് അവർ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. സാമാന്യം മോശമില്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നത്. ഭക്ഷണത്തിന് മുമ്പേ അവരുടെ ബ്ലഡ് ഷുഗർ ഏകദേശം 300 അടുത്ത് തന്നെ ആയിരുന്നു. ഭക്ഷണം കഴിച്ചാൽ അത് ഏകദേശം 350, 360 ഒക്കെ ആയിട്ട് മാറുന്നതും ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫാമിലി ഹിസ്റ്ററി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സാധാരണ എല്ലാ ഒരു പ്രമേഹ രോഗികളെയും കാണുന്ന പോലെ തന്നെ അവരെ കണ്ടു. അവരോട് കുറച്ച് ഡയറ്ററി മാനേജ്മെൻറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. അവരതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഈ സ്ത്രീ താമസിച്ചിരുന്നത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് അവരവിടെ വരുമായിരുന്നു. അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ആ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ ഡോക്ടേഴ്സിനെ കാണിക്കാനൊക്കെയാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അതിൽ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത്, ആ പ്രായത്തിലുള്ള ആ സ്ത്രീ ബാക്കി എല്ലാവരും ചെയ്യുന്നവർ അത്യാവശ്യം ഡയറ്ററി മാനേജ്മെൻറ്റൊക്കെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ബ്ലഡ് ഷുഗർ അതിവേഗത്തിൽ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇവർ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ഈ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് കുറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ പൊതുവായിട്ട് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, പൊതുവായിട്ട് നമ്മൾ ചെയ്യുക, പ്രമേഹ രോഗത്ത് ഉള്ള ആൾക്കാർ വെണ്ടക്ക വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആ വെള്ളത്തോടു കൂടി അത് കഴിക്കും. അപ്പോൾ ഓവർനൈറ്റ് മുറിച്ച് വെച്ച വെണ്ടക്ക വെള്ളത്തിൽ വെക്കുക, അത് സോക്ക് ചെയ്തിട്ട് രാവിലെ അതെടുത്ത് കുടിക്കുക. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വെണ്ടക്ക കഴിച്ചിട്ട് പ്രമേഹ രോഗം കുറച്ച് ഫാസ്റ്റായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് തന്നെ കൺട്രോളിലേക്ക് നിയന്ത്രണ വിധേയമായിട്ട് വരുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പ്ലാസിബോ എഫക്റ്റ്, പലരും ഇപ്പോൾ പറയുന്നത് പോലെ അതൊരു പ്ലാസിബോ എഫക്റ്റ് ആയിരിക്കാം. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവരുടെ ജനറ്റിക്കലി അങ്ങനെ ആയതുകൊണ്ട് മാറിയതായിരിക്കാം. അത് പിന്നെ ക്രമേണ ഞാനതിന് മറന്നു. ഞാനിത് ആരോടും പറയാനൊന്നും പോയില്ല. എൻ്റെ പിന്നീട് വന്ന പ്രമേഹ രോഗികളോട് പോലും ഇതുപോലെ വെണ്ടക്ക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുമെന്നുള്ള ഒരു ബോധ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും പറയാനും പോയില്ല. അതിനുശേഷം 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അന്ന് ആ ഒരു കോൺഫറൻസ് വന്നത് ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. ഗട്ട് മൈക്രോബ്സ് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഗട്ട് ബാക്ടീരിയയെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത്, ഇത്രയൊക്കെ അതിൻ്റെ മുകളിൽ എന്താ പഠിക്കാനുള്ളത്? കാരണം നമ്മുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ബോധ്യമുള്ളത് ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത്ര നല്ല ആളല്ല, ബാക്ടീരിയ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാവുമെന്നൊക്കെയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ മുകളിൽ എന്തിനാണ് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ എന്നുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ദിവസത്തെ സെമിനാറിൽ പങ്കെടുത്തതോടുകൂടി അന്നേക്ക് ഏകദേശം ഒരു 10-20 വർഷത്തിന് മുകളിൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിനെ മുഴുവനായിട്ട്, എൻ്റെ ചിന്തയെ മുഴുവൻ മാറ്റിമറിച്ച ചില അറിവുകൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ആ സമയത്ത് മാത്രമാണ് ഈ മുത്തശ്ശിയുടെ വെണ്ടക്ക കഥ എത്രമാത്രം ശാസ്ത്രീയമാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായത്. എന്താണ് ഈ ഗട്ട് ബയോ, അല്ലെങ്കിൽ എന്താണ് ഈ ഗട്ട് ബാക്ടീരിയ, എന്താണ് ഇവ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ വെണ്ടക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ആരോഗ്യത്തിനെ സഹായിക്കുന്നത്? ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഗട്ട് മൈക്രോബ്സ് എന്ന് നമുക്കൊന്ന് കാണാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് അനേക ലക്ഷം കോളനീസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോബ്സ് ഉണ്ട്. മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ജീവികൾ എന്നാണ് അർത്ഥം. സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാക്ടീരിയകൾ വരാം, വൈറസുകൾ വരാം, ഫംഗസ് അല്ലെങ്കിൽ ഈസ്റ്റ് വരാം. ഇങ്ങനെയുള്ള പല തരത്തിൽപ്പെട്ട സൂക്ഷ്മ അണുക്കൾ, ജീവികളൊക്കെ ചേർന്നിട്ടാണ് ഈ ഗട്ട് മൈക്രോബ്സ് എന്ന് നമ്മൾ പൊതുവായിട്ട് വിളിക്കാറുള്ളത്. ഇവ വളരെ വലിയ വൈവിധ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നത്. അതായത് നമ്മുടെ ശരീരം ഒരു പശ്ചിമഘട്ട മലനിരയൊക്കെ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ വളരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവജാലങ്ങളായിട്ട് നമുക്ക് ഈ മൈക്രോബ്സിനെ മുഴുവൻ പരിഗണിക്കാം. അല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകളൊക്കെ ആണെങ്കിൽ അവിടെ ആയിരക്കണക്കിന് വൈവിധ്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വിവിധ ജൈവ വൈവിധ്യങ്ങളാർന്ന ബാക്ടീരിയാസും ഫംഗസും
വൈറസും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു കൂട്ടായ്മ, ഒരു ക്ലസ്റ്ററാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോബ്സ് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്ത് ഉണ്ടാക്കുന്ന 400-ൽ പരം വരുന്ന ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതൊക്കെ അതിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് പോലും ഈ പറയുന്ന മൈക്രോബ്സാണ്. നമ്മുടെ ദഹനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും മൈക്രോബ്സാണ്. ഒരു പക്ഷേ നമുക്കറിയാം, പാല് വെച്ച് കഴിഞ്ഞാൽ പുളിക്കുന്നത്, തൈരാകുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം ദഹിപ്പിക്കുന്നത്, ദോശമാവ് വെച്ച് കഴിഞ്ഞാൽ അത് പുളിപ്പിക്കുന്നത്, ഇതൊക്കെ ബാക്ടീരിയയുടെ പ്രവർത്തനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിട്ട് തന്നെ ഇത് ഒരു വലിയ പങ്ക് വരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെയും രക്തസമ്മർദ്ദത്തെയും അതുപോലെ പ്രമേഹ രോഗത്തെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ശേഷിയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്ന ഇടപെടലുകൾ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആമസോൺ കാടിലോ അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ട പർവ്വതനിരയിലൊക്കെ ഉണ്ടാകുന്ന കാട്ടുതീ പിടുത്തം പോലെയാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. നമ്മൾ ചീത്തയായ ഭക്ഷണം, ശരിയല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ്, പഞ്ചസാര, പിന്നെ ആൽക്കഹോൾ പോലെയുള്ള കാര്യങ്ങൾ, സ്മോക്കിംഗ്, അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ഇങ്ങനെയുള്ള പല തരത്തിൽപ്പെടുന്ന പ്രശ്നങ്ങൾ മുഴുവൻ കാട്ടുതീയായിട്ട് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ, ഈ കാട്ടുതീ ഞാൻ നേരത്തെ പറഞ്ഞ മലനിരകളെ നശിപ്പിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന ഈ വസ്തുക്കളെല്ലാം നമ്മുടെ ശരീരത്തിനകത്തുള്ള ജീവവൈവിധ്യങ്ങളെ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിത ചിട്ടകൾ മുഴുവൻ നമ്മുടെ ഈ പറയുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാം, അല്ലെങ്കിൽ മൈക്രോബ്സിനെ നശിപ്പിക്കാം. അത്തരത്തിൽ അവയ്ക്ക് നാശം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനെ വളരെ വളരെ കൃത്യമായ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഭക്ഷണം 1-2 ദിവസം നമ്മൾ കഴിച്ച് ദഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭക്ഷണം നമ്മൾ അടുക്കളയിൽ മാറ്റി വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ചീഞ്ഞ് നാറും. ഇതുപോലെ തന്നെയാണ് ശരീരത്തിനകത്തും. ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ ഈ ഭക്ഷണം അകത്ത് കിടന്ന് ദഹിക്കാതെ വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. അത് വളരെ ടോക്സിക്കായിട്ട് മാറും. ആ പറയുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഓട്ടോ ഇൻടോക്സിക്കേഷൻ പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിലേക്കോ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. ഇനി വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ പറയുന്ന മലനിരയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ബാക്ടീരിയാസിനൊക്കെ നമുക്ക് പലതരത്തിൽപ്പെട്ട വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന വൃക്ഷങ്ങളും ചെടികളൊക്കെ ജീവിക്കുന്നത് മണ്ണിൽ നിന്ന് പോഷണ വസ്തുക്കൾ കിട്ടിയിട്ടാണ്. ഈ പോഷണ വസ്തുക്കൾക്ക് അതിനാഹരിക്കാൻ വേണ്ടി അതിനെ പര്യാപ്തമാക്കുന്നത് ഈ പറയുന്ന മൈക്രോബ്സ്, മണ്ണിലുള്ള മൈക്രോബ്സാണ്, ബാക്ടീരിയകളൊക്കെയാണ്. അപ്പോൾ മണ്ണിലെ ബാക്ടീരിയ ചെടികൾക്ക് അതിന് വേണ്ടുന്ന പോഷണങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഇമ്മ്യൂണിറ്റി തരുന്നത് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയകളും ഈ പറയുന്ന മൈക്രോബ്സുമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടികളെ വളർത്തും എന്ന് നമുക്കറിയാം. ചെടികളെ എങ്ങനെയാണ് ഇത് വളർത്തുന്നത്? ചെടികളെ വളർത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ അതിനകത്തുള്ള മൈക്രോബ്സിൻ്റെ അല്ലെങ്കിൽ സൂക്ഷ്മ അണുക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അകത്തുള്ള ബാക്ടീരിയകൾക്കും അല്ലെങ്കിൽ ഫംഗസിനും വളരാനുള്ള ഫേവറബിളായിട്ടുള്ള നമ്മളെ സഹായിക്കുന്ന പ്രോബയോട്ടിക്സിനൊക്കെ വളരണമെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. എന്താണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ബാക്ടീരിയകളുടെ ഭക്ഷണം? ആ ഭക്ഷണത്തിനാണ് നമ്മൾ പറയുന്നത് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ. നാരുകൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ എത്ര കൃത്യമായിട്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് വേണ്ടുന്ന അത്ര ആരോഗ്യം കിട്ടുന്നില്ല, നമ്മുടെ മലബന്ധം മാറുന്നില്ല, അലർജി കണ്ടീഷൻസ് മാറുന്നില്ല. കാരണം പല പുതിയ പഠനങ്ങളും പറയുന്നുണ്ട്, പ്രമേഹം പോലെ തന്നെ തുമ്മലും അതുപോലെ അലർജികളും മലബന്ധവും ദഹനവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയകളുമായിട്ടാണ്. അപ്പോൾ ആ ബാക്ടീരിയ വളർത്താൻ വേണ്ടി ഞങ്ങളൊക്കെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഈ ബാക്ടീരിയ വളരുന്നതായിട്ട് തോന്നുന്നില്ല. അതിന് കാരണം ഈ പറയുന്ന ഫൈബർ അല്ലെങ്കിൽ നാരുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് സോളിബിൾ ഫൈബറാണ്, മറ്റൊന്ന് ഇൻസോളിബിൾ ഫൈബറാണ്.
ഇൻസോളിബിൾ ഫൈബറിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തവിട്. തവിട് വെള്ളത്തിലൊന്നും ലയിക്കാത്ത അല്ലെങ്കിൽ സോളിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഈ സോളിബിൾ അല്ലാത്ത ഇൻസോളിബിളായിട്ടുള്ള തവിട് പോലെയുള്ള ഫൈബർ കൊണ്ട് ബാക്ടീരിയയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തവിട് നമ്മൾ കൊടുത്തതുകൊണ്ട് മാത്രം ബാക്ടീരിയ വളരുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ എന്താണ് കൊടുക്കേണ്ടത്? സോളിബിൾ ഫൈബറാണ്, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ആഗിരണം ചെയ്യപ്പെടാൻ പറ്റുന്ന ഫൈബറുകളാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെ വാഴച്ചുണ്ട് അല്ലെങ്കിൽ വാഴക്കൂമ്പ് എന്നൊക്കെ വിളിക്കുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോളിബിൾ ഫൈബർ നമുക്ക് കിട്ടുകയും ബാക്ടീരിയ വളരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്തുള്ള ജെല്ലി പോലെയുള്ള കാര്യങ്ങൾ. അത് നല്ല സോളിബിൾ ഫൈബറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വാഴച്ചുണ്ട്, ചുരുക്കി പറഞ്ഞാൽ വഴുവഴുപ്പുള്ള ഏത് കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ സോളിബിൾ ഫൈബറാണ്. ഇതൊക്കെ ബാക്ടീരിയയുടെ വളർച്ചയെ സ്വാധീനിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വഴുവഴുപ്പുള്ള കാര്യങ്ങളൊക്കെ പ്രീ ഫൈബറാണ് അല്ലെങ്കിൽ സോളിബിൾ ഫൈബറാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വെണ്ടക്കയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. വെണ്ടക്ക നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിനകത്തുള്ള സോളിബിൾ ഫൈബർ ധാരാളമായി ആഹരിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈക്രോബയോംസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകളും വൈറസും ഫംഗസും ഒക്കെ തഴച്ച് വളരുകയും അവയുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ഒക്കെ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് ഇപ്പോൾ ഉള്ള പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് വരുന്ന രോഗങ്ങളെ ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പറയുന്ന സോളിബിൾ ഫൈബേഴ്സ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സോളിബിൾ ഫൈബർ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സോളിബിൾ ഫൈബർ, നല്ല നാരിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെണ്ടക്ക തന്നെയാണ് നായകൻ. നല്ല പിഞ്ചു വെണ്ടക്ക നിങ്ങൾ എടുക്കുക, ഇളം വെണ്ടക്ക എടുക്കുക. ഇതിനെ കുനുകുന അരിഞ്ഞ് നിങ്ങൾ വെയിലത്ത് വെച്ച് അതിനെ ഉണക്കുക. ഈ നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിനെ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എല്ലാ ദിവസവും 2-3 സ്പൂണ് ഈ പറയുന്ന പൊടിച്ച് വെച്ച ഉണങ്ങിയ വെണ്ടയ്ക്ക നിങ്ങൾക്ക് എടുത്ത് മോരിൽ ചേർത്ത് മിക്സ് ചെയ്ത് അത് കുടിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയയുടെ വളർച്ച വർദ്ധിപ്പിക്കും. ഈ നല്ല ബാക്ടീരിയ ഒരു വലിയ പരിധി വരെ നമ്മുടെ രക്തത്തിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കും. ഇങ്ങനെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മുത്തശ്ശിക്ക് പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നല്ല ബാക്ടീരിയയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുക വഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒട്ടനവധി രോഗങ്ങൾ, അത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാകാം, പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗമാകാം, മലബന്ധമാവാം, നമ്മുടെ ഗട്ടിനെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സിബോ പോലെയുള്ള പ്രശ്നങ്ങളാവാം. കാരണം സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തോ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്തോ പോലെയുള്ള ഓവർഗ്രോത്തുകളെ നിയന്ത്രിക്കേണ്ടതും കള്ളന്മാരെ നിയന്ത്രിക്കുന്ന പോലീസുകാരെ പോലെ പ്രോബയോട്ടിക്കുകളാണ്, നല്ല ബാക്ടീരിയകളാണ്. അതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയകൾ വളരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന IBS പോലെയുള്ള പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും, പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുക വഴി നിങ്ങൾക്കുണ്ടാകുന്ന അലർജി സംബന്ധമായ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വളരെ വലിയ പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ തുമ്മൽ പോലെയുള്ള ചില സ്കിൻ അലർജി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് മറികടക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളെയും അനുബന്ധ പ്രശ്നങ്ങളെയൊക്കെ വളരെ വലിയ തോതിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സോളിബിളായിട്ടുള്ള ഫൈബർ കൊണ്ട്, നാരുകൾ കൊണ്ട് സാധിക്കും. അത്തരത്തിൽ ഈ വെണ്ടക്ക പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.